നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ തന്നെയാണ്. ഏകദേശം വർഷമൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 5-6 ആഴ്ചകളും കൂടിയുള്ളൂ ഈ ഒരു വർഷം അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വർഷത്തെ നിഫ്റ്റിയുടെ നേട്ടമെന്ന് പറയുന്നത് ഏകദേശം 7% ഒക്കെയാണുള്ളത്. മാക്രോ എക്കണോമിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ട്രെൻഡ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ജിയോ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ട് ഒരു അനാലിസിസോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനോ നേടിയെടുക്കാൻ വേണ്ടി കഴിയാത്തൊരു പ്രത്യേക പരിതസ്ഥിതിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. കാരണം നമ്മൾക്ക് കാണാൻ കഴിയും, ഒരു ദിവസം മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ബിസിനസ് ചാനലുകളിലും വന്നിരുന്നിട്ട് ഒട്ടേറെ വിദഗ്ധന്മാർ ഇനി മാർക്കറ്റ് ഉയർത്തെഴുന്നേറ്റ് മുകളിലേക്ക് പോവുകയാണ്, എന്തുകൊണ്ട് പോകണം, എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. പക്ഷേ പിറ്റേ ദിവസം മാർക്കറ്റ് വീണ്ടും എവിടെ നിന്ന് തുടങ്ങിയോ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ചില പോക്കറ്റ്സ് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത വിസ്മരിച്ചുകൂടാ. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തേക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ട്രെൻഡുകളാണ് മാർക്കറ്റിൽ ഇന്നത്തെ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇത് പ്രധാനമായിട്ടും FII ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ട് DII ഇൻട്രസ്റ്റ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, ആഭ്യന്തര ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻട്രസ്റ്റ് കണക്കിലെടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര നിക്ഷേപകരുടെ വലിയൊരു പരിധിവരെ മ്യൂച്വൽ ഫണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ടുകളെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാമെങ്കിൽ കൂടിയും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ചുള്ള ഒരു അറിവുള്ളതുകൊണ്ട് പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് ബൈയിങ്ങും സെല്ലിങ്ങും മാർക്കറ്റ് ഡയറക്ഷൻ നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒത്തിരി ഏറെക്കാലം ക്യാഷ് ആയിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക സാധ്യമല്ല. മാക്സിമം ഒരു 20%, 22% അപ്പുറത്തേക്ക് എത്ര മോശപ്പെട്ട മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾക്ക് ക്യാഷ് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിർബന്ധിതമായിട്ടുള്ള രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടതായിട്ട് ആവശ്യം വരും. അതിന് വേണ്ടത്ര റിട്ടേൺസ് കിട്ടിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ FIIസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യത്യസ്തമാണ്. റിട്ടേൺസ് ആണ് പരമപ്രധാനം. എങ്കിൽ പോലും FIIസിൽ ഉൾപ്പെട്ടിട്ടുള്ള കെണികളെക്കുറിച്ച് കൂടി അവസാനം ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് പറയാം. FIIസിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 1-2 ക്വാർട്ടറുകളായിട്ടുള്ള ട്രെൻഡ്സ് നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഈ വർഷം ഇതുവരെ FIIസ് വിദേശ നിക്ഷേപകർ ഏകദേശം 2 ലക്ഷം കോടിയുടെ നെറ്റ് സെയിൽസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, നിഫ്റ്റി 50യിൽ ഇൻഡെക്സിലുള്ള കമ്പനികളിൽ അവയിലുണ്ടായിരുന്ന വിദേശ നിക്ഷേപകരുടെ എക്സ്പോഷർ, നിക്ഷേപം എന്ന് പറയുന്നത് അവയുടെ മൊത്തം ഉള്ളതിൻ്റെ ഏകദേശം 28% അടുത്താണ്. ഇത് കുത്തനെ ഏകദേശം 10%-ലേറെ കുറഞ്ഞിട്ട് 25%-ൻ്റെയും താഴെ പോയിരിക്കുന്നു. അതായത് മുൻനിര വലിയ ഓഹരികളിൽ ഉള്ള വിദേശ നിക്ഷേപകരുടെ നിക്ഷേപം കണ്ടമാനം കുറഞ്ഞു എന്നർത്ഥം. അതേസമയം തന്നെ ഇതിന് തത്തുല്യമായിട്ടോ അതിലേറെയോ ശതമാനക്കണക്കിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വിദേശ നിക്ഷേപകരുടെ പങ്കാളിത്തം വളരെയധികം വർദ്ധിച്ചു. മിഡ് ക്യാപ്പിൽ ഏകദേശം 17%-അടുത്തും സ്മോൾ ക്യാപ്പിനടുത്ത് ഏകദേശം 14%-അടുത്തും ആണ് ഇപ്പോൾ FIIസിൻ്റെ എക്സ്പോഷർ ഉള്ളത്. ഇത് ഒരു പരിധിവരെ നമുക്ക് ആശ്ചര്യമുളവാക്കുന്ന കാര്യമാണ്. കാരണം FIIs ഒന്നുകിൽ തീം ബേസ്ഡ് ആയിട്ടാണ് ചിലർ പോകാറുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ MITയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതെല്ലാം തീം ബേസ്ഡ് ആയിട്ട് പോകും. റിന്യൂവബിൾ ആകട്ടെ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലാകട്ടെ, അല്ലെങ്കിൽ ന്യൂ ടെക്നോളജീസ് ആകട്ടെ, അങ്ങനെയുള്ളതിൻ്റെ അകത്തേക്കൊക്കെ മാത്രമാണ് പോവുക. അവ ഏത് കമ്പനിയിലാണെങ്കിലും ആ കമ്പനിയുടെ തീം മാത്രം ബേസ് ചെയ്തിട്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്നവരും കുറച്ച് സുരക്ഷിതമെന്നും കുറച്ച് റിട്ടേൺസ് ലഭിക്കുമെന്നും ഉറപ്പുള്ള മുൻനിര ഓഹരികളിലാണ് നിക്ഷേപിക്കാറ്. പക്ഷേ ഇതൊരു 2 ക്വാർട്ടറായിട്ട് ഈ ഒരു ട്രെൻഡിന് മാറ്റം വന്നു. എന്തുകൊണ്ടെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കണക്കിലെടുക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പണ്ടത്തതുപോലെ അല്ല FII എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പണ്ടെല്ലാം FII കാറ്റഗറിയിലേക്ക് കടന്നു കയറാനും ഇന്ത്യയിലേക്ക് വരാനും ഉള്ള കഷ്ടപ്പാടുകൾ ചില്ലറയല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് വളരെ പണ്ട് കാലങ്ങളിൽ ഒരു അംബാസഡർ കാറൊക്കെ ഉള്ളവർ വളരെ ചുരുക്കമായിരുന്നു. അങ്ങനെ ഉള്ളവരുടെ എല്ലാവരുടെയും പേര് ആ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുമായിരുന്നു. ഇന്ന് അതേസമയം അത്ര വലിയ പട്ടണങ്ങളിലല്ലെങ്കിൽ പോലും BMW കാറുകൾ ഉള്ളവർ വളരെ ഏറെയുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരൊന്നും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയില്ല. ഇതിന് തത്തുല്യമാണ് ഇന്നത്തെ FIIസിൻ്റെ അവസ്ഥ. പണ്ടുണ്ടായിരുന്ന കയ്യിലുണ്ടാവുന്ന FIIസിൽ നിന്നും ഇന്ന് കണ്ടമാനം FIIs ആയിട്ട് വളർന്നു. മനസ്സിലാക്കേണ്ട കാര്യം, പല FIIസും ഇന്ത്യക്കാരുടെ തന്നെ ഓഫ് ഷോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ചില FIIs ഒക്കെ
ഒരു പമ്പ് ആൻഡ് ഡമ്പും കൂടി ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. ചില സ്റ്റോക്കുകളുടെ ചില മൂവ്മെൻറ്റ് FIIs ഉള്ളതും അവരുടെ എക്സിറ്റ് പാറ്റേണും നോക്കിയാൽ നമുക്ക് ഇക്കാര്യം മനസ്സിലാകും. സമയമുള്ളവർ അതെടുത്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ FII ഫണ്ട്സ് ഇവിടെ നിന്ന് 2 ലക്ഷം കോടിയോളം ഇന്ത്യയിൽ നിന്നും പോയി എന്നുള്ളൊരു സത്യമായിട്ട് നിലനിൽക്കുന്നു. പക്ഷേ അതേസമയം പതിവിന് വിപരീതമായിട്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലുള്ള പ്രത്യേക കമ്പനികളിലും പ്രത്യേക സെക്ടറുകളിലും ഈയൊരു FII ഫണ്ട്സിൻ്റെ വർധനവ് ഉണ്ടായിരിക്കുന്നു. ആദ്യമായിട്ട് FIIs കണ്ടമാനം ഹോൾഡിംഗ് കുറച്ചത് ഏതൊക്കെ സെക്ടറുകളിലാണെന്ന് നോക്കാം. ഒന്ന് എനർജി, യൂട്ടിലിറ്റി, കൺസ്യൂമർ സ്റ്റാപ്പിൾസ്, ഇവയിലൊക്കെയാണ് കുറച്ചത്. ചില്ലറ കുറയ്ക്കലൊന്നുമല്ല, ഏകദേശം 10-12% അടുത്ത് കുറച്ചു. ഇവയെല്ലാം ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ ട്രെൻഡിങ് സ്റ്റോക്കുകൾ അഥവാ ട്രെൻഡിങ് സെക്ടറൊക്കെ ഇതായിരുന്നു. പക്ഷേ അതേസമയം ഈ ഒരു 1-2 ക്വാർട്ടറുകളായിട്ട് FIIs കണ്ടമാനം ഹോൾഡിങ്സ് കൂട്ടിയത് അത്ഭുതപ്പെടുത്തുന്നില്ല ആരെയും. ഒന്നാമത്തത് ഹെൽത്ത് കെയർ തന്നെയാണ്, രണ്ടാമത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്, മൂന്നാമത്തത് ടെലികോമാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ FIIs അവരുടെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ച സ്റ്റോക്കുകളിലൂടെ നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒരു അത്ഭുതമൊക്കെ ഉണ്ടായേക്കാം. ഒസൈജി ടെക് ഫാബ്, GOCL കോർപ്പറേഷൻ, HCP പ്ലാസ്റ്റൈൻ, വാരി, ബസിലിക് ഫ്ലൈസ്റ്റേഡ്, KRN ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് മുതലായുള്ള മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇതിൻ്റെ അകത്ത് FII പെർസെൻറ്റേജ് ഹോൾഡിംഗ് വർദ്ധിച്ചു എന്നതിൻ്റെ അർത്ഥം ഇത്രയും എമൗണ്ട് വർദ്ധിച്ചു എന്നുള്ളതിന് കണക്കില്ല. 8% ഹോൾഡിങ് ഇൻഫോസിസിൻ്റെ അകത്തുള്ള വർധനവും 8% ഹോൾഡിങ് HCP പ്ലാസ്റ്റൈനിലുള്ള വർധനവും ഹോൾഡിംഗ് വാല്യൂ ഒന്നല്ല. ഇത് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൈക്ലിക്കൽ ഷിഫ്റ്റ് സെക്ടർ വൈസ് ആയിട്ടുള്ള ഷിഫ്റ്റ് മാത്രമല്ല, കാറ്റഗറി ഓഫ് സ്റ്റോക്സിൻ്റെ അകത്തുനിന്നുള്ള ഒരു ഷിഫ്റ്റും കൂടി നമ്മൾ ഇനി സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ്. നിഫ്റ്റി 50യുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആവറേജ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ക്രമാനുഗതമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. കഴിഞ്ഞ ഒരു 3 വർഷത്തിനുള്ളിൽ 10% കുറവാണ്. ഇപ്പോൾ ഏകദേശം ആവറേജ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 40%. അതേസമയം തന്നെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് അത് 54% നിന്നും 50%ലേക്കും കുറഞ്ഞു. ലാർജ് ക്യാപ്പ് നിഫ്റ്റി 50 സ്റ്റോക്കുകളിലുള്ള 10% കുറവ് കാര്യമായിട്ട് നമ്മൾ കണക്കുകൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ സ്മോൾ ക്യാപ്പിലുള്ള ഈ ഒരു 10% വരുന്ന പ്രൊമോട്ടർ ഹോൾഡിങ്ങിലുള്ള ഇടിവ് അത് നമ്മുടെ നിക്ഷേപ തീരുമാനങ്ങളെ ബാധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലുള്ള പ്രൊമോട്ടർ ഹോൾഡിങ്ങിലുള്ള കുറവ് മിക്കവാറും പ്രൊമോട്ടേഴ്സിന് തങ്ങളുടെ കമ്പനിയിലെ സ്റ്റോക്കുകൾ ഫെയർലിയോ അല്ലെങ്കിൽ ഓവർ വാല്യൂഡോ ആയി എന്ന് തോന്നുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതാകാനും വഴിയുണ്ട്. അപ്പോൾ ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം FIIsനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലാൻഡ്സ്കേപ്പ് എന്നതിൽ നിന്നും കുറേ മാറി എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. ആഭ്യന്തര നിക്ഷേപകർ അവരുടേതായിട്ടുള്ള ശക്തി തെളിയിക്കുന്നുണ്ട്. റീറ്റെയിൽ നിക്ഷേപകരും ചില പോക്കറ്റ്സിൻ്റെ അകത്ത് ചില കൗണ്ടേഴ്സിൻ്റെ അകത്തൊക്കെ അവരുടേതായ ശക്തി തെളിയിക്കുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് കാണാതിരിക്കാനാകില്ല. പക്ഷേ മേൽപ്പറഞ്ഞ ഈ ഒരു ഷിഫ്റ്റ് അവ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുൻപിൽ കണക്ക് കൂട്ടുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം FII ഹോൾഡിങ്സ് മാത്രം നോക്കിയിട്ട് നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ FIIs എന്ന കാറ്റഗറിയിൽ പെടുന്നത് പണ്ടത്തതുപോലെ വലിയ അനാലിസിസ് നടത്തിയിട്ടുള്ള വമ്പന്മാരായിട്ടുള്ള FIIs മാത്രമല്ല, കുഞ്ഞു കമ്പനികൾ നിക്ഷേപിക്കാൻ വേണ്ടി ഒരു പരിധിവരെ പമ്പ് ആൻഡ് ഡമ്പ് ഉൾപ്പെടെയുള്ളത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് FII എന്നൊരു കാറ്റഗറിയിൽ കടന്നുകൂടിയിട്ടുള്ള പല പ്രോക്സി ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും ഉണ്ട് എന്നുള്ള സത്യം കൂടി മനസ്സിൽ വയ്ക്കുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.